ടങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ആഹാരം തയ്യാറാക്കാം. ഇത് കണ്ടോ, ഇത് ചാമേരിയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ചാമേരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. 50 വർഷം 60 വർഷം മുമ്പ് സാധാരണക്കാരും ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണിത്. ഇത് ഷുഗറിന് അത്യുത്തമമായൊരു ചോറാണ്. സാധാരണ നമ്മൾ അരി വയ്ക്കുന്ന പോലെ വെള്ളം തിളയ്ക്കുക, അരി ചാമേരി ഇടുക, വേവ് നോക്കി വാർക്കാം. അല്ല, കഞ്ഞി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കഞ്ഞി കുടിക്കും. ഞങ്ങൾക്കൊക്കെ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചാമേരിയുടെ കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ കഴിച്ച ശീലമുണ്ട്. ഞാനതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ചാമേരി. നമുക്ക് എത്ര ചോറ് വേണം, എത്ര പേർക്ക് വേണം, അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് അരിയുടെ വയ്ക്കുന്നു, കാരണം ഇവിടെ ആളില്ല. അതിൻ്റെ പേരിൽ കുറച്ച് വെക്കണം. നമ്മൾ നേരത്തെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നനച്ച് വെച്ചാൽ കഴുകി ഇതിൻ്റെ കാടിയെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല വൈറ്റ് അരിയായിട്ട് കാണാം. ഇപ്പോൾ അരിക്കുള്ള വെള്ളം സാധാരണ ചോറുണ്ടാക്കുന്ന വെള്ളം പോലെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിത് കഴുകി അടുത്തത്. ഇപ്പോൾ നമ്മൾ ചാമേരി 3-4 വട്ടം കഴുകി ക്ലീനായിട്ട് എടുത്തു. നമ്മൾ ഈ ചാമേരി അടുപ്പത്തേക്ക് വേണം. നമ്മൾ ചാമേരി അടുപ്പത്തിട്ട് ഒന്ന് ഇളക്കി ഇനി അത് തിളക്കിട്ട്. ഇപ്പം നമ്മുടെ ചാമേരി വെന്തു കറക്റ്റ് വേവായി. നമുക്കിത് വാർക്കാം. എനിക്ക് അരി വാർക്കാൻ ഒരിത്തിരി പരിശീലനം കുറവാണ്. ഞാൻ ഗീതയെ വിളിക്കട്ടെ കേട്ടോ. ഗീത, ഈ അരി ഒന്ന് വാർത്ത. ഗീത, നമുക്ക് ചാമേരിയുടെ ചോറിന് ഒരു നല്ല മാങ്ങ ചമ്മന്തി അരയ്ക്കാം. കൂടാണ്ട് ഏത്തക്കായും ചേനയും കാളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടി ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം. അതിന് മാങ്ങ തൊണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാങ്ങ ചട്നി അരയ്ക്കാനായിട്ട് മാങ്ങ അരിഞ്ഞു. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കുകയാണ്. ഉള്ളി മാങ്ങയെല്ലാം നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അതിന് അളവൊന്നുമില്ല. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ചെടുക്കാം. ഇത്ര മാത്രം. ചേരുവകൾ ഇത് തന്നെ: ചെറിയ ഉള്ളി, മാങ്ങ, കരിവേപ്പില, പച്ചമുളക്, ഉപ്പ്. പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യമനുസരിച്ച്. എരിവ് അധികം വേണമെങ്കിൽ അധികം ചേർക്കാം, കുറവാണെങ്കിൽ കുറവ് ചേർക്കാം. മാങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, ഉപ്പ്, തേങ്ങ. നമുക്ക് തേങ്ങ അമ്മിയിൽ അരയ്ക്കണതാണ് ഏറ്റവും രുചികരമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു വീട്ടിലും അമ്മി ഇല്ലാത്തവരാണ്. നമുക്ക് മിക്സിയിൽ അരയ്ക്കാം. ആവശ്യത്തിന് തേങ്ങ ഇടുകയാണ്. കുറച്ച് തേങ്ങയുടെ കൂടെ നമ്മൾ പച്ചമുളകും ഉപ്പും
കരിവേപ്പില ഇടുക. ഇപ്പം നമ്മളിതിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, 2 സ്പൂൺ വെള്ളം ഒഴിച്ചാലും മതി. ഒഴിച്ചു. ഇത് നമ്മൾ ആദ്യം അരയ്ക്കും. ഇത് നമ്മൾ നന്നായിട്ട് അരയ്ക്കും, നൈസായിട്ട് അരയ്ക്കും. അരച്ചതിന് ശേഷം ഉള്ളി മാങ്ങ ചെറുതായിട്ട് ചതച്ചിടുകയുള്ളൂ, അരയ്ക്കില്ല. കാണിക്കാം. നമ്മുടെ ചട്നി അരയ്ക്കാൻ പോകട്ടോ. അപ്പം നമ്മൾ തേങ്ങയും പച്ചമുളകും കരിവേപ്പിലയും നന്നായിട്ട് നൈസായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി മാങ്ങിയിടാം. ഇപ്പം നമ്മൾ മാങ്ങ ചട്നി റെഡിയായി. നമ്മുടെ ചാമേരിച്ചോറ് റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വേവ് കുറച്ചെടുക്കാം. ഞാൻ ഇത്തിരി വേവ് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് ഊണ് കഴിക്കാനാണ് ഇവിടെ. ചാമേരിച്ചോറ് നമ്മൾ ഏത്തക്കായും ചേനയും കാളൻ വെച്ചിട്ടുണ്ട്. നല്ല രുചികരമായ കാളനാണ്. മാങ്ങ ചട്നി, കടുമാങ്ങ അച്ചാറ്, തൈര്. ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അരിയാഹാരമില്ല. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. അത് കാരണം ചാമേരിയുടെ ചോറും ഏത്തക്കായ് ചേന കാളൻ ചട്നി ഉപ്പിൻ അച്ചാറ് മോര്, ഇത്രയേ ഉള്ളൂ. നമുക്കിനി കഴിക്കാം. അപ്പം നമ്മൾ ചാമേരി ചോറ് ഉണ്ണാൻ പോവുകയാണ്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.